എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ LDCയുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുന്നതിനൊപ്പം തന്നെ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻ പൂള് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങളിത് നമ്മൾ എക്സാം നടത്തൂല, എക്സാം എന്ന രീതിയിൽ എഴുതി നോക്കുക കേട്ടോ. ഡെയിലി എക്സാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എല്ലാം കൂടി ആകുമ്പോൾ ഒരു 2 ദിവസം മാറി ഇന്നപ്പോഴത്തേക്കും കുറച്ച് മിസ്സിംഗ് ഒക്കെ ആയി, ക്ലാസ് എന്നും ഇടാൻ പറ്റാത്തൊരു ഇത് വന്നതുകൊണ്ടാണ്. അപ്പം ഒരുമിച്ചായിട്ട് 8ാം ക്ലാസ്സിലെ ഒരുമിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പൂൾ ഒന്ന് പരിചയപ്പെടാം. എക്സാം എന്ന രീതിയിൽ തന്നെ എല്ലാവരും എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ ചോദ്യം നോക്കാം അല്ലേ. ആദ്യം ഒരു ബീക്കറിൽ ജലമെടുത്ത് 2 or 3 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ഇടുന്നു. എന്താണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇടുന്നു? അതിൻ്റെ നിരീക്ഷണം എഴുതുക. പിന്നെ ലായനിയിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലും കണികകൾ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബീക്കർ എടുത്തു, അതിലേക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ജലത്തിൻ്റെ നിറം എന്തായി? പിങ്കായി മാറി, പിങ്ക് നിറമാകുന്നു. പിന്നെയോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര സൂക്ഷ്മകണികളാൽ നിർമ്മിതമാണ്. ഓക്കെ, ലായനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിൻ്റെ കണികകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് പദാർത്ഥ സ്വഭാവം, നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം എന്നുള്ള ആ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിയുവാനുള്ള പരീക്ഷണത്തിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. കല്ല് ജലത്തിൽ താഴ്ത്തുമ്പോൾ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? ജലനിരപ്പ് ഉയരുന്നു. ഇനി കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നതോ? കല്ലിൻ്റെ വ്യാപ്തം നമുക്ക് ഈ ഡിഫറൻസ്, ആദ്യത്തേത് 30 ml, രണ്ടാമത്തെ 40 ml ആയി. ആ ഡിഫറൻസിൽ നിന്ന് മനസ്സിലാവും കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? 10 ml ആണ്. അടുത്ത ചോദ്യം. എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും മിശ്രിതം നൽകിയിരിക്കുന്നു. ഈ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. എഥനോൾ എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസും മെഥനോൾ എത്രയാണ്? 65 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ആ മിശ്രിതത്തിലെ ഈ 2 മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ, ഇത് രണ്ടും കൂടി നമ്മളൊരു മിശ്രിതമാക്കി ഇതിലെ 2ൻ്റെയും ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അംശിക സ്വേദനമാണ് അല്ലേ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഈ മാർഗം ഉപയോഗിക്കാൻ കാരണം നേരിയ വ്യത്യാസം, അതായത് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിരകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ലാസ് കാണണം. കെമിസ്ട്രി ഫുള്ള് നമ്മൾ 8ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SCRT കെമിസ്ട്രി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ നോക്കുക, എന്നാലാണ് കറക്റ്റായിട്ട് എത്രത്തോളം പഠിച്ചു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എഥനോളിൻ്റെയും മെഥനോളും 78, 65 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അധികം വ്യത്യാസമില്ല, നേരിയ വ്യത്യാസം മാത്രമേ തിളനിലകൾ തമ്മിലുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഇത് അംശിക സ്വേദനം എന്ന് പറയുന്നത്. ഇനി നോക്കി അടുത്ത C എന്താണ്? ഇത്തരത്തിൽ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളം. നമ്മൾ ആ പിക്ചറൊക്കെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. 2 മിശ്രിതങ്ങളും അവയെ വേർതിരിക്കുന്ന മാർഗങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തേത് കർപ്പൂരവും ഗ്ലാസ് പൊടിയും ചേർന്ന പദാർത്ഥം, അതിന് ഉത്പാദനമാണ് കൊടുത്തിരിക്കുന്നത്, സബ്ലിമേഷൻ. പിന്നെയോ ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശങ്ങൾ വേർതിരിക്കുന്നത്, അത് സെൻട്രിഫ്യൂഗേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചോദ്യം എന്താണ്? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അടുത്തതോ നിത്യജീവിതത്തിൽ ഈ മാർഗം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭവും എഴുതുക. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച എന്താ സെൻട്രിഫ്യൂഗേഷൻ? ക്ലിനിക്കൽ ലാബുകളിലൊക്കെ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ അല്ലേ, രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവശിഷ്ടം വേർതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് സെൻട്രിഫ്യൂജ് എന്നുള്ളത് അല്ലേ? സെൻട്രിഫ്യൂജ് എന്നുള്ളത് ഓക്കെ ആണല്ലോ. ഇനി ഒന്നാമത്തെ എന്താണ്? കണികളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. രണ്ടാമത് നിത്യജീവിതത്തിൽ ഈ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. പിന്നെ ഉത്പാദനം എന്ന് പറയുന്നത് എന്താണ്? ഉത്പാദനം എന്ന് പറയുന്നത് ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയ ദ്രാവകമാകാതെ എന്തായി മാറും?
വാതകമായി മാറും. അതിൻ്റെ എക്സാമ്പിൾ അല്ലേ കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പോൾ കർപ്പൂരം നേരെ വാതകമായി മാറുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഉത്പതനം എന്ന് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മഷിയിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ സ്വീകരിച്ച മാർഗത്തിൻ്റെ ചിത്രം താഴെ തന്നിരിക്കുന്നു. ഈ ചിത്രം നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നില്ല എല്ലാവരും? നിരീക്ഷണം രേഖപ്പെടുത്തുക. ഇത്തരം മാർഗത്തിന് പറയുന്ന പേരെന്താണ്? ഈ പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭവും എഴുതുക. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ മഷിയിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതിനെ എന്ത് പറയുന്നു? ക്രൊമാറ്റോഗ്രാഫി അല്ലേ, ക്രൊമാറ്റോഗ്രാഫി എന്നാണ് പറയുന്നത്. മഷിയിലെ ഘടകങ്ങൾ ഫിൽറ്റർ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് വേർതിരിക്കുന്നു, അതിനെ ക്രൊമാറ്റോഗ്രാഫി എന്നാണ് പറയുന്നത്. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ എന്തിനാണ് ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത്? രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ അല്ലേ, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെയോ നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ അല്ലേ, നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ക്രൊമാറ്റോഗ്രാഫിയാണ്. അടുത്ത ചോദ്യം, മണ്ണെണ്ണ, ജലം ഇവയുടെ മിശ്രിതത്തെ വേർതിരിക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. മണ്ണെണ്ണയും ജലവും ഏതിലാണ്? സെപ്പറേറ്റിംഗ് ഫണലാണ്. നമ്മൾ അല്ലേ വരച്ച് കാണിച്ചതാണ് സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം മണ്ണെണ്ണയും ഇതും എങ്ങനെയാണ്? മണ്ണെണ്ണയും ജലവും എങ്ങനെ വേർതിരിക്കാം നമുക്ക്? സെപ്പറേറ്റിംഗ് ഫണൽ, അതായത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, പരസ്പരം കലരുന്നില്ല അല്ലെങ്കിൽ സാന്ദ്രതയിലുള്ള വ്യത്യാസം, അതാണ് ഇവിടെ എടുക്കുന്നത്. അടുത്തത്, കർപ്പൂരവും ഗ്ലാസ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉത്പതനം എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നു. എന്നാൽ ഇരുമ്പ് പൊടിയും ഗ്ലാസ് പൊടിയും കലർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ മാർഗം ഉപയോഗിക്കാൻ കഴിയുമോ? കാരണം എന്ത്? നമ്മളോട് ഇങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് അല്ലേ, ഇങ്ങനെയൊന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ ടോട്ടലായിട്ട് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പോളും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പോളും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഒരു എക്സാം എന്ന രീതിയിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കർപ്പൂരം ഉത്പന്നത്തിന് പറ്റിയതാണല്ലേ. അപ്പം ഇരുമ്പ് പൊടിയും ഗ്ലാസ് പൊടിയും കലർന്ന മിശ്രിതം അങ്ങനെ ചെയ്യാൻ പറ്റൂല്ല. കാരണം എന്താണ്? ഇവർക്ക് രണ്ടെണ്ണത്തിന് ഈ ഉത്പന്ന സ്വഭാവം ഇല്ല, അതുകൊണ്ട്. അടുത്ത ചോദ്യം, ഇരുമ്പ് പൊടി, അമോണിയം ക്ലോറൈഡ്, മണൽ എന്നിവയുടെ മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. സ്വേദനം, അംശിക സ്വേദനം, ഉത്പതനം, ബാഷ്പീകരണം, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രാഫി, കാന്തിക വിഭജനം. അപ്പം ഇരുമ്പ് പൊടി കാന്തിക വിഭജനം അല്ലേ. പിന്നെയുള്ളത് ഏതാണ്? അമോണിയം ക്ലോറൈഡും മണലും ഉണ്ട്. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഉത്പതനം. ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഉത്പതനം. അടുത്ത ചോദ്യം, അനുയോജ്യമായ വിധം പൂരിപ്പിക്കുക. ആദ്യം മെഥനോളിൻ്റെയും എഥനോളിൻ്റെയും മിശ്രിതം. അതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മെഥനോളും എഥനോളും. അത് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അംശിക സ്വേദനമാണ്. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, അംശിക സ്വേദനം എന്നുള്ളത്. അതായത് ഇവരുടെ തിളനില എന്ന് പറയുന്നത് അധിക വ്യത്യാസമില്ല, അതുകൊണ്ടാണ് അംശിക സ്വേദനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇരുമ്പും സൾഫറും രണ്ട് ഘടകങ്ങൾ, അത് കാന്തം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം മിശ്രിതത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഇരുമ്പും സൾഫറും തന്നെ അല്ലേ. ഇനി അടുത്തത് തൈര്, സെൻട്രിഫ്യൂഗേഷൻ. ഏതൊക്കെയായിരിക്കും ഘടകങ്ങൾ? മോരും വെണ്ണയും അല്ലേ. തൈരും വെണ്ണയും ആയിരിക്കും അവിടുത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അനുയോജ്യമായ വിധം ചേർത്തെഴുതുക. ഉപ്പുവെള്ളം, പിന്നെയോ ജലവും മണ്ണെണ്ണയും കലർന്നത്, അമോണിയം ക്ലോറൈഡും മണലും കലർന്ന പദാർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ജലവും മണ്ണെണ്ണയും കലർന്നത് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആണല്ലോ. പിന്നെയോ അമോണിയം ക്ലോറൈഡും മണലും ഇപ്പം നമ്മൾ പറഞ്ഞോളൂ ഏതാണ്? ഉത്പതനം. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് എന്താണ്? സ്വേദനം. അപ്പോൾ അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ എഥനോളും മെഥനോളും ഓർക്കുക കേട്ടോ. അംശിക സ്വേദനം. ഉപ്പുവെള്ളം എന്ന് പറയുന്ന സ്വേദന പ്രക്രിയ. പിന്നെ ജലവും മണ്ണെണ്ണയും കലർന്നത് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, തിരിക്കാൻ പറ്റും? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച്. അമോണിയം ക്ലോറൈഡും മണലും കലർന്ന പദാർത്ഥം ഉത്പതനം. അപ്പം മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? ഈ രീതി ഉപയോഗിക്കുവാനുള്ള കാരണവും എന്താണ്?
എന്താ ക്വസ്റ്റ്യൻ? ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? സ്വേദനമാണ് കേട്ടോ. ഏതാണ്? സ്വേദനം. ഇനി എന്തുകൊണ്ടാണ് ഈ രീതി ഉപയോഗിക്കാനുള്ള കാരണം? ഉപ്പിന് ബാഷ്പശീലം ഇല്ലാത്തതിനാലാണ്. ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? സ്വേദനമാണ്. അപ്പം സ്വേദനവും ആംശിക സ്വേദനവും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഇനി ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗം എന്ന് ചോദിച്ചാലും ഏതാണ്? സ്വേദനമാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സ്വേദനം. അപ്പോൾ ഉപ്പുവെള്ളവും നമുക്ക് കിട്ടും, പിന്നെ ജലവും നമുക്ക് കിട്ടും. അത് ഏതിലൂടെ? സ്വേദനത്തിലൂടെ. അതായത് സ്വേദനം എന്ന് പറയുന്നത് നമ്മുടെ ഈ മിശ്രിതത്തിൽ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ള സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ, അതാണ് നമ്മളിവിടെ പറഞ്ഞില്ലേ, എന്താണ്? ഉപ്പിന് ബാഷ്പീകരണശീലമില്ല, ജലത്തിന് ബാഷ്പീകരണശീലമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, സാധാരണ ജലത്തിൽ ധാരാളം ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ടാകും. ഈ ലവണങ്ങളെ നീക്കം ചെയ്യാൻ സ്വീകരിക്കുന്ന മാർഗമേത്? ഇങ്ങനെ ലഭിക്കുന്ന ജലത്തിൻ്റെ പേരും ഏതെങ്കിലും 2 ഉപയോഗങ്ങളും എഴുതുക. അപ്പോൾ ഇതും ഏതാണ്? സ്വേദനമാണ് അല്ലേ? സാധാരണ ജലത്തിൽ ധാരാളം ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ടാകും. അവയെ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാം? സ്വേദനം വഴി നീക്കം ചെയ്യാവുന്നതാണ്. നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഏതാണത്? ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ? ഡിസ്റ്റിൽഡ് വാട്ടർ. പിന്നെ അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. തൊട്ട് മുമ്പത്തെ മാറിപ്പോരുത് കേട്ടോ സ്വേദനം എന്നുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 രീതി പറയാം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ നമുക്ക് ഏതെടുക്കാം? ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ എടുക്കാം. ഇനി ഉപ്പും വെള്ളവും വേർതിരിക്കണമെങ്കിൽ നമുക്ക് ഏത് വേണം? സ്വേദനം വേണം. അപ്പോൾ 2 നമുക്ക് കിട്ടും അല്ലേ? നമ്മളത് ആ എക്സ്പെരിമെൻ്റ് ഒക്കെ ടെക്സ്റ്റിൽ കണ്ട് പഠിച്ചതാണ്. അടുത്ത ചോദ്യം, ഏതാനും പദാർത്ഥങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്? ജലം, പഞ്ചസാര, ഇരുമ്പും സൾഫറും. ഇനി ഇവയിൽ നിന്നും ഒരു മിശ്രിതം എഴുതുക. ഏതായിരിക്കും? ഇരുമ്പും സൾഫറും. നമുക്കറിയാം അല്ലേ മിശ്രിതം എന്ന് പറയുന്നത്. ഇനിയോ മുകളിൽ തന്നെ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം. ഇരുമ്പും സൾഫറും വേർതിരിക്കാൻ നമുക്ക് എന്താ യൂസ് ചെയ്യാം? കാന്തം യൂസ് ചെയ്യാം. ഇനിയോ ഈ മാർഗം സ്വീകരിക്കാനുള്ള കാരണം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് കൊണ്ട്. അടുത്ത ചോദ്യം, ചില മാറ്റങ്ങൾ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഖരം ഉരുകി ദ്രാവകമാകുന്നു, ദ്രാവകം തണുത്ത് ഖരമാകുന്നു. എന്തൊക്കെയാണ്? ഖരം ദ്രാവകമാകുന്നു എന്നും ദ്രാവകം ഏതിലേക്ക്? ഖരമാകുന്നു എന്നുമാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഈ അവസ്ഥാ പരിവർത്തനങ്ങളിൽ കണികകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചുവടെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ബോക്സൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് സോളിഡ് ആണെങ്കിൽ, ഖരമാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ തിങ്ങി ഇരിക്കുമായിരിക്കും അല്ലേ? ദ്രാവകമാണെങ്കിലോ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും, വാതകമാണെങ്കിലോ കുറേ ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ വരച്ച് പഠിച്ച കാര്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ അവസ്ഥാ പരിവർത്തനങ്ങളിൽ കണികകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചുവടെ ചേർക്കുക. എന്തൊക്കെയാ? അതായത് താപം ആഗിരണം ചെയ്യുമ്പോൾ ഖരം ദ്രാവകമാകുമ്പോൾ എന്തൊക്കെയായിരുന്നു കണികകൾക്കുണ്ടാകുന്ന മാറ്റം? കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കും? അകലത്തിന് എന്ത് സംഭവിക്കും? ആകർഷണം, ചലനം അല്ലേ? അതൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ആൻസർ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ഖരം ഉരുകി ദ്രാവകമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താപം ആഗിരണം ചെയ്തു അല്ലേ? താപം ആഗിരണം ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ആൻസർ താപം ആഗിരണം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു? കണികകളുടെ ആകർഷണം എന്ത് സംഭവിക്കും? കുറയുന്നു. അതായത് ഈ ഖരം എന്നുള്ളത് ദ്രാവകമായി മാറുമ്പോൾ, ഈ പിക്ചർ കണ്ടോ? ഖരം എന്നുള്ളത് ദ്രാവകമായി മാറുമ്പോൾ അവർ തമ്മിൽ ആകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇത് മാത്രമേ കുറയുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇത് മാത്രമാണ് കുറയുന്നുള്ളൂ, ബാക്കിയൊക്കെ കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓർത്തു വെച്ചാലും മതി. ആകർഷണം കുറയുന്നു. പിന്നെ ഊർജം എന്ത് ചെയ്യുന്നു? ഊർജം കൂടുന്നു, ചലനവേഗം കൂടുന്നു, അകലം കൂടുന്നു. ഈ പിക്ചർ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഇവർ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, പിന്നെ ഊർജവും ചലനവേഗവും അകലവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇതിപ്പം ഖരം ദ്രാവകമാവുക എന്ന് പറയുന്നത് എന്താണ്? താപം ആഗിരണം ചെയ്യുമ്പോഴാണ് അല്ലേ? നമ്മൾ ചൂടാക്കുമ്പോഴാണ്. ഇനി രണ്ടാമത്തേൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി. ദ്രാവകം തണുത്ത് ഖരമാകുന്നു. നേരെ തിരിച്ച് ദ്രാവകം എന്താകുന്നു? ഖരമാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? നമ്മൾ
ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതൊക്കെയാണ്? അകലം കുറയുന്നു അല്ലേ? നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അകലം കുറയുന്നു, അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അകലം കുറയുന്നു, പിന്നെയോ ഊർജം കുറയുന്നു, ആകർഷണ ബലം കൂടുന്നു, ചലനവേഗം കുറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ താപം ആഗിരണം ചെയ്യുമ്പോൾ ആകർഷണം മാത്രമേ കുറയുന്നുള്ളൂ, ബാക്കിയൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ദ്രാവകം ഖരമാകുമ്പോൾ ഉള്ളത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം. ഇതൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ് പഠിച്ചിട്ട് എപ്പോഴും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ആ SCERT കെമിസ്ട്രി എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഒരു വാച്ച് ഗ്ലാസ്സിൽ തുറന്നു വച്ചിരിക്കുന്ന പെട്രോൾ അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. ചുവടെ നൽകിയിട്ടുള്ള പ്രതിഭാസങ്ങളിൽ ഏതൊക്കെയാണ് ഇതിന് കാരണം? നോക്കിയേ, ഏതൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. സ്വേദനം, വ്യാപനം, ഉത്പതനം, ബാഷ്പീകരണം. ഏതൊക്കെയായിരിക്കും? പെട്രോളാണ്. പെട്രോൾ നമ്മൾക്കറിയാം അല്ലേ? തുറന്നു വെച്ച് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് വറ്റി പോണ കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിലേതാണ് അതിന് പറയുന്നത്? വ്യാപനവും ബാഷ്പീകരണവുമാണ്. വ്യാപനം എന്ന് പറയുന്നത് എന്താ? ഡിഫ്യൂഷൻ. അതായത് കണികകൾ പരസ്പരം കലരുന്ന, ഇപ്പോൾ പഴങ്ങളുടെ മണമൊക്കെ നമ്മൾ അതിന് പറഞ്ഞിരുന്നു അല്ലേ? വ്യാപിക്കുന്നു, വ്യാപനം. പഴങ്ങളുടെ മണമൊക്കെ വ്യാപിക്കൂലേ? അതിന് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത്, അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാഷ്പീകരണം നമുക്കറിയാം. എന്താ? തൊട്ട് മുമ്പ് പഠിച്ചതാണ്. എന്താ ബാഷ്പീകരണം എന്ന് പറയുന്നത്? ബാഷ്പീകരണം നമ്മൾ എക്സാമ്പിൾ തന്നെ ഓർത്തു വെച്ചാലും മതി. ഉപ്പുവെള്ളത്തിൽ അല്ലേ? ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ ബാഷ്പീകരണമാണ് ഉപയോഗിക്കുന്നത്. ഇവാപ്പറേഷനാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദ്രാവകം ഖരമാകുന്ന പ്രവർത്തനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ദ്രാവകം ഖരമാകുന്നത് ഏതാണ്? ഘനീഭവിക്കലാണ്. ഘനീഭവിക്കൽ. ദ്രാവകം. ഇനി നേരെ തിരിച്ച്. അപ്പോൾ ഖരം ദ്രാവകമാവുകയാണെങ്കിൽ അതിനെന്ത് പറയും? ദ്രവീകരണം എന്ന് പറയും അല്ലേ? ഖരം ദ്രാവകമാവുകയാണെങ്കിൽ ദ്രവീകരണം എന്ന് പറയുന്നു. ഇനി ദ്രാവകം ഖരമാവുകയാണെങ്കിൽ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. ഇനി സാന്ദ്രീകരണം എന്ന് പറയുന്നത് എന്താ? മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സാന്ദ്രീകരണം. എന്താ സാന്ദ്രീകരണം എന്ന് പറയുന്നത്? വാതകം ദ്രാവകമാകുന്നത് അല്ലേ? വാതകം ദ്രാവകമാകുന്നതാണ് സാന്ദ്രീകരണം. ബാഷ്പീകരണം എന്ന് പറയുന്നത് ദ്രാവകം വാതകമാകുന്നത്. ബാഷ്പീകരണം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകം വാതകമാകുന്നത്. ഇത് എഴുതി വെക്കണോട്ട് അറിയില്ലാത്തവര്. വാതകമാകുന്നത്. അപ്പോൾ ദ്രാവകം ഖരമാകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഘനീഭവിക്കൽ എന്നാണ്. ഘനീഭവിക്കൽ. ഈ ഒരു ആരോ ഇട്ട് തന്നെ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഒരുമിച്ച് ഈ 4 ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങോട്ട് മാറിപ്പോവരുത്. ദ്രാവകം ഖരമാകുന്നതിനെ നമ്മൾ ഘനീഭവിക്കൽ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം. ചില സന്ദർഭങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്? ജലം ഐസാകുന്നു, നീരാവി ജലമായി മാറുന്നു, കർപ്പൂരം ചൂടാക്കുന്നു. ഫ്ലോ ചാർട്ടിൽ നിന്നും മുകളിൽ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾക്ക് യോജിച്ച പ്രതിഭാസങ്ങൾ തിരഞ്ഞെടുക്കുക. ജലം ഐസാകുന്നു എന്ന് പറയുന്നത് എന്നാ? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ദ്രാവകം ഖരമാകുന്നു, അതിനെന്ത് പറയുന്നു? ഘനീഭവിക്കൽ അല്ലേ? ജലം ഐസാകുന്നു, ഇതാണ് ഘനീഭവിക്കൽ എന്ന് പറയുന്നത്. ഇനി നീരാവി ജലമായി മാറുന്നു. നീരാവി എന്ന് പറയുന്ന വാതകം, അത് ജലമായി മാറുന്നതിനെ നമ്മൾ എന്ത് പറയും? സാന്ദ്രീകരണം എന്ന് പറയും അല്ലേ? സാന്ദ്രീകരണം. പിന്നെയുള്ളത് കർപ്പൂരം ചൂടാക്കുന്നത് ഉത്പതനം. ഖരം വാതകമാകുന്നതാണ് ഉത്പതനം. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും അല്ലേ? ഇതിൽ എന്തൊക്കെയുണ്ട്? സാന്ദ്രീകരണം, ഘനീഭവിക്കൽ, ബാഷ്പീകരണം, ഉത്പതനം, ദ്രവീകരണം. ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. അടുത്ത ചോദ്യം. ചില സന്ദർഭങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ? ക്ലാസ് റൂമിൽ ചന്ദനത്തിരി കത്തിച്ചു വച്ചിരിക്കുന്നു. ബീക്കറിലെ ജലത്തിൽ ഒരു തുള്ളി ഉജാല വീഴ്ത്തുന്നു. ചുവന്ന മഷിയിൽ ചോക്ക് താഴ്ത്തി വച്ചിരിക്കുന്നു. ഏത് സന്ദർഭത്തിലാണ് വ്യാപനം വേഗത്തിൽ നടക്കുന്നത്? ഏതാ? ചന്ദനത്തിരി അല്ലേ? വ്യാപനം, പഴങ്ങളുടെ മണമൊക്കെ വ്യാപിക്കുന്നതും അതൊക്കെ ഏതിലാണ് വരുന്നത്? ചന്ദനത്തിരിയിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ചന്ദനത്തിരിയാണ് ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തെ ബി എന്താണ്?
കണികകളുടെ ചലനവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. എങ്ങനെയാ വ്യാപനത്തിൽ? വാതകത്തിൽ കണികകളുടെ ചലനവേഗം എങ്ങനെയാണ്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഏറ്റവും അകലെ അകലെ ആയിട്ടാണ്, അപ്പോൾ ചലനവേഗം കൂടുന്നു. ഇനിയോ താപനില വ്യാപനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? താപനില കൂടുമ്പോൾ വ്യാപനം കൂടുന്നു. താപനില കൂടുമ്പോൾ വ്യാപനം കൂടുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ചൂടാക്കുമ്പോൾ ഉത്പതനം സംഭവിക്കാത്തത് ഏതിനാണ്? സംഭവിക്കാത്തത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരിക? ഐസ് ആണ് വരുന്നത്. കാരണം കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, പാറ്റാ ഗുളിക അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഉത്പതനവുമായി റിലേറ്റ് ചെയ്ത് അല്ലേ? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതല്ലേ ഉത്പതനം. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്താകും? ഉത്പതനത്തിൽ, അതായത് വാതകമാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവാത്തത് ഏതാണ്? ഐസാണ്. കർപ്പൂരം, അമോണിയം ക്ലോറൈഡ് ഏതൊക്കെയായിരുന്നു? കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, പാറ്റാ ഗുളിക, അയഡിൻ അതൊക്കെ ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാതകാവസ്ഥ യോജിച്ച പ്രസ്താവനകൾ എഴുതുക. വാതകാവസ്ഥയ്ക്ക് യോജിച്ച പ്രസ്താവനകൾ. കണികകളുടെ ചലനം കൂടുതലാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ കുറവാണ് എന്നുള്ളത് തെറ്റ്. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണം കുറവാണ്. അതും ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കുറവാണ്. അത് തെറ്റാണ്. അകലം കൂടുതലാണ്. കിട്ടുമല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഇവിടെ ഐസ്, ജലം, നീരാവി എന്നീ 3 അവസ്ഥകളിലെ കണികകളുടെ ക്രമീകരണം ചുവടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ചോദ്യം എന്താണ്? കണികകളുടെ ഊർജം കൂടുതലുള്ളത് ഏതിനാണ്? ഏതിനാണ്? വാതകത്തിൽ. കണികകൾ തമ്മിലുള്ള ആകർഷണം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഖരത്തിൽ അല്ലേ? ആകർഷണം കൂടുതൽ ഖരത്തിലാണ്. ഊർജം കൂടുതൽ വാതകത്തിലാണ്. ഒരു കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോൾ ജലനിരപ്പ് ഉയർന്നു. ദ്രവ്യത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? ഒരു കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോൾ ജലനിരപ്പ് ഉയർന്നു. ദ്രവ്യത്തിന്റെ വ്യാപ്തം എന്ന അവസ്ഥയാണ്. ഏതവസ്ഥയാണ്? വ്യാപ്തം എന്ന അവസ്ഥയാണ് കേട്ടോ. ശ്രദ്ധിക്കണം. ഒരു കല്ല് ജലത്തിൽ താഴ്ത്തിയപ്പോൾ ജലം ഉയർന്നു, ജലനിരപ്പ് ഉയർന്നു. ദ്രവ്യത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? വ്യാപ്തം. അടുത്ത ചോദ്യം, അനുയോജ്യമായവ ചേർത്തെഴുതുക. നമുക്ക് നോക്കാം. ഖരം, ദ്രാവകം, വാതകം. റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ആകൃതി. ഏതാത്? സ്ഥിതി ചെയ്യുന്ന ദ്രാവകം അല്ലേ? ദ്രാവകം. ഇനി സ്ഥിരമായ വ്യാപ്തം ഇല്ലാത്തത് ഏതാ? വാതകം. സ്ഥിരമായ ആകൃതി ഉള്ളത് ഖരം. കിട്ടുമല്ലോ. ഇനി ഒന്ന് ആൻസർ നമ്മൾ സെപ്പറേറ്റ് നോക്കണ്ടല്ലോ. അപ്പം ഇത്രയുമാണ് നമുക്ക് 8ാം ക്ലാസ്സിലെ ഏത് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്? 4ാം ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം. പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. പദാർത്ഥ സ്വഭാവം. ഇനി ഇതായി റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം, താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളിൽ തുല്യ എണ്ണം ആറ്റങ്ങളുള്ളവ തിരഞ്ഞെടുക്കുക. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്ന? ആറ്റം. തുല്യ എണ്ണം ആറ്റങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാൻ തുല്യ എണ്ണം ആറ്റങ്ങൾ? നമ്മൾ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? തന്മാത്രകളുടെ എണ്ണം എത്രയാണ്, ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ചത്. ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഏതാണ്? CO2. CO2യിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെ തുല്യ എണ്ണം ആറ്റം വരുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? CO2യിൽ നമുക്കറിയാം, ഇത് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. 1 + 2 3 അല്ലേ? C1 + 2. നമുക്ക് അപ്പുറം വല്ല നീക്കി എഴുതാം അല്ലേ? ആദ്യം CO2 എടുക്കുവാണെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം സിയുടെ അവിടെ 1 + ഓക്സിജൻ്റെ 2 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അടുത്തത് ആരാണ്? H2O സെയിം തന്നെ അല്ലേ? 2 + 1 3 എന്ന് കിട്ടി. 2 + 1 3. അടുത്തത് ZnCl2. Zn എന്ന് പറയുന്ന 1, Cl2 2. 1 + 2 3 കിട്ടി. പിന്നെ ഏതാണ്? SO2 എന്ന് പറയുന്നത് 1 + 2 എത്രയാണ്? 3 എന്ന് കിട്ടി. എല്ലാം 3 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തുല്യ എണ്ണം ആറ്റങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാനാണ്. അപ്പം നേരെ ആൻസർ നോക്കി ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നോക്കാത്തത് ഏതാണ്? NaCl നമ്മൾ നോക്കിയില്ലല്ലോ.
രണ്ടാമത്തെ NaCl. NaClന് ഏതാ വരിക? 1 + 1 2 ആണ് വരുള്ളൂ. 1 + 1 2 ആണ് വരുള്ളൂ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കി. മൂലകം, പ്രതീകത്തിന് കാരണമായ പേര്, പ്രതീകം. അപ്പോൾ നമ്മൾ രണ്ടും, അതായത് ഇവിടെ ഇതും പൂരിപ്പിക്കണം, അതോടൊപ്പം തന്നെ പ്രതീകവും പൂരിപ്പിക്കണം. നമുക്ക് നോക്കാം. സ്വർണത്തിന് ഓറം എന്നാണ് പറയുന്നത്, AU ആണ്. പിന്നെയോ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഏതാണ്? പൊട്ടാസ്യം. കാലിയം അല്ലേ, K അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? കാലിയം K ആണ്. പൊട്ടാസ്യം, കാലിയം, ഇവിടെ ബിയുടെ ഇവിടെ എന്ത് വരും? K എന്ന് വരും. അടുത്തത് ചെമ്പ് ഏതാണ്? കുപ്രം അല്ലേ, ചെമ്പ് കുപ്രമാണ്. ഇതൊക്കെ കാണാതെ പഠിക്കണേ. ചെമ്പ് കുപ്രമാണ്. പിന്നെ Cu ആണ് അല്ലേ, Cu ആണ്. അടുത്ത ഇരുമ്പ് ഫെറമാണ്. ഫെറം Fe ആണ്. ഇരുമ്പ് ഫെറം Fe ആണ്. അലൂമിനിയം എന്ന് പറയുന്നത് ഏത് വരും? അലൂമിനിയം തന്നെ. അലൂമിനിയം Al ആണ് വരുന്നത്. എല്ലാം ഉണ്ടല്ലോ, കറക്റ്റ് അല്ലേ? അടുത്ത ചോദ്യം, പട്ടിക പൂർത്തിയാക്കുക. ശാസ്ത്രജ്ഞനും സംഭാവനകളുമാണ്. വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവിയാണ് അല്ലേ, ഹംഫ്രി ഡേവി. ഏത് വർഷമായിരുന്നു? 1806 കേട്ടോ. അപ്പോൾ 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. അടുത്ത ഹെൻറി കാവൻഡിഷ് എന്താ പറഞ്ഞേ? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു. എന്താ പറഞ്ഞത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് പറഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. കത്തുന്ന കാര്യം പറഞ്ഞത്. കിട്ടൂലോ. അപ്പോൾ ഹംഫ്രി ഡേവി പറഞ്ഞത് എന്താണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുമെന്ന് പറഞ്ഞത് ഹംഫ്രി ഡേവിയാണ്. വിഭജിച്ചു പോകും, ഒരു ഫ്രീ ആകും. അങ്ങനെ പറഞ്ഞാൽ ഹംഫ്രി ഡേവി. ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞത് ഹംഫ്രി ഡേവിയും. ഇനി കാവൻഡിഷ് എന്താ പറഞ്ഞത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് പറഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്ത ചോദ്യം, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്നത് കേട്ടോ. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക. നമ്മൾ അഭികാരം എന്താണ്, ഉൽപ്പന്നം എന്താണെന്നുള്ളത് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അഭികാരവും ഉൽപ്പന്നങ്ങളും നമ്മൾ കുറച്ച് എഴുതി നോക്കിയതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അഭികാരം എന്ന് പറയുന്നത് റിയാക്റ്റൻസ്, ഇംഗ്ലീഷിൽ എന്ന് പറയുക റിയാക്റ്റൻസ്, അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരങ്ങൾ. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതിനെ നമ്മൾ ഉൽപ്പന്നം അഥവാ പ്രോഡക്ട്സ് എന്ന് പറയുന്നു. അറിയാലോ. ഇനി ഇവിടെ എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക. അഭികാരങ്ങൾ എന്ന് പറയുന്ന ഏതാ? ഇരുമ്പും ഓക്സിജനുമാണ് അല്ലേ. ഇവിടെ നോക്കിയേ, Fe എന്ന് പറയുന്ന ഫെറം, ഇരുമ്പ്, പിന്നെ ഓക്സിജൻ ആണ്. ഉൽപ്പന്നം എന്ന് പറയുന്നത് ഏതാണ്? അയേൺ ഓക്സൈഡ് ആണ്. ഏതാണ് ഉൽപ്പന്നം? അയേൺ ഓക്സൈഡ് ആണ്. ആകെ അഭികാര ആറ്റങ്ങളുടെ എണ്ണം. അഭികാര ആറ്റം എത്രയാണ് വരുന്നത്? അഭികാര ആറ്റം എന്ന് പറയുന്നത് 4Fe + 3O2 അല്ലേ. ഇവിടെ 1 ആണെങ്കിൽ 1 × 4 4 + 3 × 2 6. എത്ര വരുന്നു? 10 വരുന്നു. കിട്ടിയല്ലോ. അപ്പോൾ ആകെ അഭികാര ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അടുത്ത ചോദ്യം, ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. രാജ്യം, ശാസ്ത്രജ്ഞൻ, ഗ്രഹം, നിറം, നെപ്റ്റ്യൂണിയം, RBU, PU, യുറേനിയം. എന്താണ് ഇത്? പ്രതീകവും മൂലകത്തിൻ്റെ പേര് വന്ന വഴിയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിഷ്യം നമ്മൾ അതൊക്കെ ഫുള്ളായിട്ട് പഠിച്ചതാണ് അല്ലേ. അമേരിക്ക അല്ലേ. എങ്ങനെയാണ് വന്നത്? രാജ്യം. അപ്പം എന്ന് പറയുന്നത് ഇവിടെ രാജ്യമാണ് വരുന്നത്. ഇത് രാജ്യം. ഇനി റുബീഡിയത്തിൻ്റെ പ്രതീകം എന്താ? RB ആണ്. RB ആണ്, അത് നിറമാണ്. ഇനി NP, ഗ്രഹം എന്ന് പറയുന്ന NP ഏതാ? നെപ്റ്റ്യൂണിയം. ഓക്കെ. അടുത്ത ചോദ്യം, F എന്നത് ഫ്ലൂറിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കിയേ.
F2, 2F, 2F2 എന്നിവ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? അപ്പോൾ നമ്മൾ തന്മാത്രയും അതോടൊപ്പം തന്നെ ആറ്റങ്ങളുടെ എണ്ണമൊക്കെ എഴുതാൻ പഠിച്ചതായിരുന്നു അല്ലേ? ഹൈഡ്രജൻ ആറ്റം, സൾഫർ, ഓക്സിജൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? F2 എന്ന് പറയുന്നത് എന്താണ്? ഒരു തന്മാത്രയേ ഉള്ളൂ അല്ലേ? ഒരു തന്മാത്രയാണ് ഉള്ളത്. ഇനി 2F എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണമുണ്ട്, 2 തന്മാത്ര. 2F2 എന്ന് പറയുമ്പോൾ 2F2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 2 4 ആറ്റമാണ് ഉള്ളത്. എത്ര ആറ്റങ്ങളാണുള്ളത്? 4 ആറ്റവും 2 തന്മാത്രയുമാണ് ഉള്ളത്. രണ്ടാമത്തെ എന്നാ ചോദിച്ചിരിക്കുന്നത്? 5F2 അല്ലേ? എത്ര തന്മാത്രകളും ആറ്റങ്ങളുണ്ട്? എത്ര തന്മാത്രയുണ്ട്? 5 തന്മാത്രയുണ്ട്. ആറ്റങ്ങളോ? 5 × 2 10 ആറ്റങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. മൂലകത്തിൻ്റെ പേര്, പ്രതീകം വന്ന വഴി, പ്രതീകം. അയൺ, ഫെറം നമ്മൾ കണ്ടതാണ്, Fe ആണ്, പ്രതീകം Fe ആണ്. പൊട്ടാസ്യത്തിൻ്റെ കാലിയം അല്ലേ? K ആണ്, കാലിയം. ഇനി കുപ്രം എന്ന് പറയുന്നത് കോപ്പർ, കുപ്രം Cu ആണ്, കോപ്പർ, കുപ്രം Cu. അനുയോജ്യമായവ പൂരിപ്പിക്കുക. മൂലകത്തിൻ്റെ പേരും പ്രതീകവും തന്നെ. കാർബൺ ഏതാണ്? C. N എന്ന് പറയുന്നത് നൈട്രജൻ, N നൈട്രജൻ. കാൽഷ്യം Ca, നമ്മൾ പഠിച്ചതാണല്ലേ ഇതൊക്കെ സിമ്പിളായിട്ട്. എങ്ങനെയാണ്? അതായത് കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ, അതൊക്കെ എന്താണ്? ഫസ്റ്റ് അക്ഷരം മാത്രമേ വരുന്നുള്ളൂ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉള്ള ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതല്ലാതെയുള്ളത് ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാൽഷ്യം Ca വരുന്നുണ്ട്. പിന്നെ ക്ലോറിൻ, ക്രോമിയം, അതൊക്കെ എന്താണ്? ഇംഗ്ലീഷിലെ ഫസ്റ്റ് അക്ഷരവും അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത അക്ഷരവും കൂടി ചേരുന്നതാണ്. അടുത്ത ചോദ്യം. ഒരു ബോയിലിംഗ് ട്യൂബിൽ പഞ്ചസാര എടുത്ത് ചൂടാക്കുന്നു. ഈ പരീക്ഷണത്തിൻ്റെ പ്രവർത്തനക്രമം എഴുതുക. ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം ആയിരിക്കും? പഞ്ചസാര ചൂടാക്കി അല്ലേ? ഒരു ബോയിലിംഗ് ട്യൂബിൽ പഞ്ചസാര ചൂടാക്കി ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. എന്താ സംഭവിച്ചത്? അവിടെ ആ പഞ്ചസാര കറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവും. അതെങ്ങനെയാണ്? പഞ്ചസാര നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ? ജലം എന്ന ശുദ്ധപദാർത്ഥമാണ് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നത്, നമുക്കറിയാവുന്നതല്ലേ? അപ്പം നമ്മൾ നോക്കിയതാണ്, ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഇനി പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ഒരു രാസസമവാക്യം എഴുതുക. ഏതൊക്കെയാ? അഭികാരം CO2 തന്നിട്ടുണ്ട്, CO2 അല്ലേ? CO2. പിന്നെ രണ്ടാമത്തത് H2Cl2, 2HCl, N2, 3H2, 2NH3. ഇനി ഈ രാസസമവാക്യം സമീകൃത രാസസമവാക്യമാണോ? എന്തുകൊണ്ട്? സമീകൃത രാസസമവാക്യം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കിയതായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ്? തുല്യമാണ് അല്ലേ? അഭികാരങ്ങളുടെയും ഇതിൻ്റെയും തുല്യമായതുകൊണ്ട് ഇതെന്തായി നമുക്ക് പറയാം? സമീകൃതമാണ് എന്ന് പറയാം. അപ്പം ഇതെല്ലാം ഇത് നമ്മൾ ചെയ്തതായിരുന്നു. ടെക്സ്റ്റ് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്തതായിരുന്നു, അതിൽ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്ത് പോയതായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം. ശരിയായവ മാത്രം എടുത്തെഴുതുക. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ശരിയാണ്. ഹൈഡ്രജൻ തന്മാത്ര ഒരു ഏക ആറ്റോമിക തന്മാത്രയാണ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഒരു സംയുക്തത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ഏതൊക്കെയാണ് ഇതിൽ ശരി? ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ഹൈഡ്രജൻ തന്മാത്ര ഒരു ഏകാറ്റോമിക തന്മാത്രയാണോ? ഹൈഡ്രജൻ ഏകാറ്റോമികം എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പം ഹീലിയം, പിന്നെ നിയോൺ, അതൊക്കെയാണ് ഏക ആറ്റോമിക തന്മാത്ര. ദ്വയ ആറ്റോമിക തന്മാത്രയിൽ വരുന്നതാണ് ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, അതൊക്കെ ഏതിൽ വരുന്നതാണ്? ദ്വയ ആറ്റോമികത്തിൽ. പിന്നെ നൈട്രജൻ, അതൊക്കെ ദ്വയ ആറ്റോമിക നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? മൂലകങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. മൂലകങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ് അല്ലേ? സംയുക്തങ്ങളോ?
സംയുക്തം എന്ന് പറയുന്ന രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരേ സ്വഭാവം കാണിക്കൂ? ഇല്ല. മൂലകങ്ങൾ എന്ന് പറയുന്നത് രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ മൂലകങ്ങൾ എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. അടുത്ത ചോദ്യം, ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏത് എന്ന് എഴുതുക. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏവ. ഈ പ്രവർത്തനം സമീകരിച്ചെഴുതണമെങ്കിൽ എത്ര തന്മാത്ര ഉൽപ്പന്നം വേണ്ടിവരും? എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ സമീകരിക്കാത്ത, അതായത് ആറ്റങ്ങളുടെ എണ്ണം എന്താണ് റിയാക്റ്റൻസിലും അതോടൊപ്പം തന്നെ, അതായത് അഭികാരങ്ങളിലും അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങളിലും എങ്ങനെയായിരിക്കണം ബാലൻസ്ഡ് എന്ന് പറയുന്നത്? അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ സമീകൃത രാസസമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നിന്നും സമീകരിക്കാത്ത സമവാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് സമീകരിക്കാത്തത്? ആൻസർ നോക്കി, H2I2 അല്ലേ? അത് സമീകരിക്കാത്തതാണ്. ഇനി ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏതാ? അഭികാരങ്ങൾ എന്ന് പറയുന്നത് ഏതാ? Hഉം Iയും, അതായത് ഹൈഡ്രജനും അയഡിനും. ഉൽപ്പന്നം എന്ന് പറയുന്നത് HI. ഈ പ്രവർത്തനം സമീകരിച്ചെഴുതണമെങ്കിൽ എത്ര തന്മാത്ര ഉൽപ്പന്നം വേണ്ടിവരും? എത്ര തന്മാത്ര ഉൽപ്പന്നം വേണ്ടിവരും? 2 തന്മാത്ര ഉൽപ്പന്നം വേണ്ടിവരും, അല്ലേ? അടുത്ത ചോദ്യം, മൂലകം ചുരുക്കെഴുത്ത് ഒരാറ്റം ഒരു തന്മാത്ര. നോക്കാം. ഹൈഡ്രജൻ H ഒരു തന്മാത്ര, H2, സോഡിയം, പിന്നെയോ ഫോസ്ഫറസ്. ഇതിൽ 6H2വിലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കി എഴുതുക. ആറ്റങ്ങൾ എത്രയായിരിക്കും? ആറ്റം എന്ന് പറയുന്നത് 6 × 2 എത്രയാ? 12 വരും. ആറ്റം തന്മാത്ര എന്ന് പറയുന്നത് 6 ആണല്ലോ. തന്മാത്ര 6. അപ്പം ആറ്റങ്ങൾ 12, തന്മാത്ര 6. രണ്ടാമത്തെ 5Na തന്മാത്രകളുടെ എണ്ണം. 5Na തന്മാത്ര എത്രയാണ്? 5. ആറ്റങ്ങൾ എത്രയാ? 5. അതായത് 1 × 5 5 തന്നെയാണ് വരുന്നത്. അടുത്തത് 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ ചുരുക്കെഴുത്തുണ്ട്. 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ 10 തന്മാത്രയുള്ള ഫോസ്ഫറസ് P4 ആണല്ലേ. ഫോസ്ഫറസ് എന്ന് പറയുന്ന ബഹു ആറ്റോമിക തന്മാത്ര വരുന്നതാണ് ഫോസ്ഫറസും പിന്നെ സൾഫറൊക്കെ. അപ്പോൾ P4 ആണ് ഫോസ്ഫറസ്. അപ്പം 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ ചുരുക്കെഴുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിലടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ എത്രയാ? 10 × 4 40. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മൂലകം, ലാറ്റിൻ നാമം, പ്രതീകം. ഓക്കെ, പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽഷ്യം പ്രതീകം ഏതാണ്? Ca ആണ്. സോഡിയത്തിന് നാട്രിയം, NaTrium, നാട്രിയം, അതിന് Na. ക്ലോറിന് Cl ആണ്. അയൺ, ഫെറം, Fe ആണ്. ഇനി സോഡിയം, അയോൺ ഇവയുടെ പ്രതീകങ്ങൾ സ്വീകരിച്ചതിൻ്റെ മാനദണ്ഡം എന്താണ്? സോഡിയം അയോണും സ്വീകരിച്ചതിൻ്റെ മാനദണ്ഡം ഏതാണ്? ലാറ്റിൻ നാമത്തിൽ നിന്നുമാണ്, അല്ലേ? സോഡിയം എന്ന് പറയുന്നത് നാട്രിനും പിന്നെ അയൺ എന്ന് പറയുന്നത് ഫെറോമാണ്. നാട്രിയം, ഫെറം. അടുത്തത് മൂലകം, നാമകരണത്തിൻ്റെ അടിസ്ഥാനവും പ്രതീകവും. അത് തന്നിട്ടുണ്ട്. നോക്കിയേ, അത് നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. കറക്റ്റായത് മാച്ച് ചെയ്യുക. ക്യൂറിയം എന്ന് പറയുന്നത് മേരി ക്യൂറി, അല്ലേ? പിന്നെ ഏത് വരും? പ്രതീകം Cm ആണ് വരുന്നത്. ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറോ, അത് Cl ആണ് വരുന്നത്. പിന്നെ ഏതാണ്? പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ട് PO ആണ് വരുന്നത്. പിന്നെ ഏതാ ഉള്ളത്? ടൈറ്റാനിയം ടൈറ്റൻ ആണ്, അല്ലേ? ടൈറ്റൻ Ti ആണ് വരുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുത്ത് ശക്തമായി ചൂടാക്കുക. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിവശത്ത് കാണപ്പെടുന്ന കറുത്ത പദാർത്ഥം എന്ത്? ഏതാണ്? കാർബൺ ആണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണപ്പെടുന്നത് ജലമാണ്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, അല്ലെങ്കിൽ കാർബണും ജലവുമാണ് നമുക്ക് പറയാം, അല്ലേ? പഞ്ചസാര എന്ന് പറയുന്ന ആ ശുദ്ധപദാർത്ഥമാണ്. അതിനെ നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കുന്നു. അതുപോലെ ജലത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ, ഓക്സിജൻ ആക്കാം. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, അതോടൊപ്പം തന്നെ കാർബൺ.
ഒരു ചൈന ഡിഷിൽ കുറച്ച് കർപ്പൂര കഷ്ണങ്ങൾ എടുത്ത് ശക്തിയായി ചൂടാക്കുക. നിരീക്ഷണം എഴുതുക. കർപ്പൂരം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്രതീക്ഷിതമായി പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഇനി കർപ്പൂരത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കണികകൾ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കണികകളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കുക. ഒന്നാമത്തെ 10NH3 എത്ര ആറ്റങ്ങളുണ്ട്? H എന്ന് പറയുന്നത് 3, അപ്പോൾ 3 × 1 3. ഇവിടെ 1 ആണെങ്കിൽ 10 + 30 എത്ര വരും? 40 എന്ന് വരും. അടുത്തത് ചെറുതാക്കി എഴുതാം. 4C12H22O11 എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം 4 നമുക്ക് പുറത്തേക്ക് എഴുതാം അല്ലേ? എന്നിട്ട് 12 + 22 + 11 എത്ര കിട്ടും? 4 × 12 + 22 + 11 12ഉം 22ഉം 11ഉം 45. 4 × 45 എത്രയാ? 180 എന്ന് കിട്ടും. അടുത്തത് ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ചെയ്തു പോവാം അല്ലേ? അടുത്തത് ഏതാണ്? 15 അല്ല 5ZnCl2 എങ്ങനെ കിട്ടും? 5ZnCl2 5 + 25 10 15. അടുത്തത് 8H2O 8 2 + 1 3 8 × 3 24. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിലുള്ളതെല്ലാം ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് വേഗം ചെയ്തു പോണത്. അപ്പം അതിൽ നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണേ. താഴെ നൽകിയിട്ടുള്ള സമവാക്യങ്ങളെ സമീകരിക്കുക അല്ലേ? ബാലൻസ്ഡ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നമുക്കിവിടെ ചെയ്യാം. N2 + H2 gives NH3. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ സമീകരിക്കാൻ പറ്റും? ഇവിടെ N2 + 3H2 gives 2NH3 എന്ന് കിട്ടും അല്ലേ? നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഇപ്പം 2 + 6 gives 1 × 2 2 + 6 കിട്ടൂലോ. അടുത്തത് H2Cl2 gives HCl എന്നാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ H2 + Cl2 gives 2HCl എന്നാക്കുന്നു. 2HCl. തന്മാത്രകളും ആറ്റങ്ങളുടെ ആകെ എണ്ണവുമാണ്. ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ആദ്യം H2SO4 ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഹൈഡ്രജൻ 2 വരുന്നു, സൾഫർ 1 വരുന്നു, ഓക്സിജൻ 4 വരുന്നു, ടോട്ടൽ 7 അല്ലേ? ഇനി C12H22O11 അതിലെത്ര വരുന്നുണ്ട്? 12 + 22 + 11. ഇനി 5H2O അതിൽ 5 × 2 + 1 15 എന്നും വരും. ബോക്സിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. ഇതിൽ മൂലകങ്ങളും സംയുക്തങ്ങളുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൂലകങ്ങളിൽ ഏതൊക്കെ വരും? നമുക്ക് റെഡ് കൊണ്ട് മാർക്ക്. ഏതൊക്കെയാണ്? H2O2 പിന്നെ Cl2N2 അത് മൂലകങ്ങൾ. സംയുക്തങ്ങളാണ് H2O, HCl, H2SO4, HNO3 എന്നിവ.
പദാർത്ഥങ്ങളിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം ഏതാണ്? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണിത് തന്മാത്ര അഥവാ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റവും, സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. ഒരു മൂലകത്തിൻ്റെ നമ്മൾ പറഞ്ഞത്, ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്നത് ഏതാണ്? ആറ്റമാണ്. താഴെ കൊടുത്തിരിക്കുന്ന മൂലക തന്മാത്രകളെ പട്ടികപ്പെടുത്തുക. ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം. ഏകാറ്റോമികത്തിൽ വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഹീലിയം അല്ലേ, ഹീലിയം, നിയോൺ, അതൊക്കെ Na, പിന്നെ Ar, പിന്നെ ദ്വയാറ്റോമികത്തിൽ ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ. ബഹു ആറ്റോമികത്തിൽ ഫോസ്ഫറസ്, സൾഫറൊക്കെയാണ് വരുന്നത്. താഴെ കൊടുത്ത സംയുക്തങ്ങളുടെ രാസസൂത്രം എഴുതുക എന്നാണ് പറഞ്ഞത്. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. എങ്ങനെ എഴുതാം? ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. സിങ്ക് ക്ലോറൈഡ്, സിങ്ക് 1, ക്ലോറൈഡ്, ക്ലോറിൻ 2. അനുയോജ്യമായവ ചേർത്തെഴുതുക. ചേരുംപൊടി ചേർക്കുക അല്ലേ. തന്മാത്രയും മാറ്റങ്ങളും തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിൽ ഏതൊക്കെയാണ് വരിക? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊക്കെ വരും? കാർബണും ഓക്സിജനും അല്ലേ. അടുത്തത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഏതൊക്കെ വരും? ഹൈഡ്രജനും ക്ലോറിനും. ജലം എന്ന് പറയുന്ന H2O, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാര, കാർബൺ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഉചിതമായി പൂരിപ്പിക്കുക. പൊളോണിയം, പോളണ്ട്, ക്രോമിയം, ക്രോം, പിന്നെ നെപ്റ്റ്യൂൺ, നെപ്റ്റ്യൂണിയം. 2 രാസസമവാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏത്? ഈ സമവാക്യത്തെ സമീകരിക്കുക. സമീകരിച്ച സമവാക്യത്തിലെ ഉൽപ്പന്നങ്ങളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. നമ്മൾ കുറേ ആയില്ലേ ഇപ്പോൾ ചെയ്യുന്നു. അതായത് ഇതിലേതാണ് സമീകരിക്കാത്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. H2O2 നമ്മളിപ്പോൾ ചെയ്തേ ഉണ്ടായുള്ളൂ. അതെങ്ങനെ വരും? സമീകരിക്കുമ്പോൾ H2O2, അതിനിവിടെ തന്നിട്ടുള്ളത് എന്താണ്? H2O+O2 ആണ്. അപ്പം അതിനെ സമീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 2H2O2 എന്ന് വരും. ഗീവ്സ് 2H2O+O2 എന്ന് വരും അല്ലേ. ഇപ്പോൾ അത് സമീകരിച്ചു. H എന്ന് പറയുന്നത് 2 × 2 4. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താണ്? സമീകരിച്ച സമവാക്യത്തിലെ ഉൽപ്പന്നങ്ങളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഉൽപ്പന്നത്തിൻ്റെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സമീകൃത സമവാക്യങ്ങളിലെ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പട്ടികപ്പെടുത്തുക. അഭികാരങ്ങൾ N2,3H2. അതിൽ അഭികാരങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത്. പിന്നെയോ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2NH3. പിന്നെ ഇത് അഭികാരം എന്ന് പറയുന്നു. MgO എന്ന് പറയുന്നത് ഉൽപ്പന്നമാണ്. പിന്നെ Cയും O2വും അഭികാരമാണ്. CO2 എന്ന് പറയുന്നത് ഉൽപ്പന്നമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ 2 ചാപ്റ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ അതോടൊപ്പം തന്നെ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ചാപ്റ്ററുമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ തന്നെ രാസമാറ്റങ്ങളുണ്ട് അല്ലേ. രാസമാറ്റങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ലോഹങ്ങൾ, ലായനികൾ, ജലം, പിന്നെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടിടാം. അപ്പോൾ നിങ്ങളിത് കണ്ട് പഠിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്, ഇഫക്റ്റീവ് ആണോ, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും ലൈക്കും സബ്സ്ക്രൈബൊക്കെയാണ് നമുക്ക് ഓരോ ദിവസവും ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നാളെയും നാളെ കഴിഞ്ഞ് നമുക്ക് എന്താക്കാം? റിവിഷൻ ഡേ ആക്കാം. അപ്പം ചെയ്ത് കഴിയാത്ത ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ആ മിസ്സായതൊക്കെ ഈ 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച് തീർക്കാനും ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ വാട്സപ്പിൽ ഇട്ട് തരുന്നത് നിർത്താത്തത്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവർ ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു പോവാം. നാളെ കഴിഞ്ഞ് ശനി ഞായറും എന്താണ് നമുക്ക് റിവിഷൻ ഡേ ആയിട്ട് നോക്കാം. അപ്പോൾ പഠിച്ച് തീർക്കാത്തവർ ആ സമയം പഠിച്ചു തീർക്കുക. Thank you.